അതായത് 8 ലക്ഷം രൂപ. 800 രൂപയ്ക്ക് 1000 മാവ് ഇതേപോലെ വിറ്റു. വെറും 5 സെൻറ്റോ 10 സെൻറ്റോ ഭൂമിയുള്ളവരാണോ നിങ്ങൾ? ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് ഒരു ചാമ്പ ഇവിടെ വന്നുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് 10 ചാമ്പ ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതല്ലേ ഗുണം. പിന്നെ പെട്ടെന്ന് കായുണ്ടാവും. ഇതായിട്ട് ഇഷ്ടം വേണം, അല്ലെങ്കിൽ ഇതിനോട് ചെയ്യാൻ താല്പര്യം വേണം. എന്ന് വെച്ചാൽ മഴയത്ത് ഇത് ഒരു കഴിയില്ല അങ്ങനെ വിചാരിച്ചിട്ടേ അല്ല. വർഷത്തിൽ 10 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഗംഭീര ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ചെയ്യണത്. ഇത് ലെയറിംഗ് ആണ്. ഇത് ലെയറിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ചാമ്പയാണ്. ചാമ്പ ലെയർ ചെയ്ത് വേര് വന്നേക്കണണ്ട. ഇത് നന്നായിട്ട് വേര് പിടിച്ചേക്കണം. ഇപ്പോൾ ഇത് വേര് വന്ന ശേഷം ഇത് മുറിച്ച് വിടുന്ന് നമ്മൾ ചെടിച്ചട്ടിയായിട്ട് പിടിപ്പിക്കുകയാണ്. ചാമ്പ, മാവ്, അബിയു, റംബൂട്ടാൻ, എല്ലാ ഫ്രൂട്ട് ഇനങ്ങളും ഉണ്ട്. സെപ്പറേറ്റ് കെട്ടി വെക്കണതാണ്, എന്നാലേ വേര് വരുള്ളൂ. നമ്മൾ 1 ഇഞ്ച് തൊലി കളഞ്ഞിട്ട് വേണം കെട്ടി വെക്കാൻ. ചുറ്റിനും തൊലി കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ വരില്ല. ഇത് ഫ്ലെക്സിബിൾ ആയതാണ്. നമ്മുടെ തേങ്ങയുടെ ഇതാണ്, മടലാണ്. അത് ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ചകിരി തല്ലി എടുത്തേക്കണം. ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് എടുത്തിട്ട് ഇതിൽ ചാണാനും ചവരിച്ചോറും കൂടി വെച്ച് കെട്ടണം. അതെ, മുറിച്ച സ്ഥലത്ത്. റൂട്ടെക്സ് പൊടി ഉപയോഗിച്ച് നല്ലതാണ്. അത് ഈ വളക്കടയിൽ കിട്ടും, അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലി ആയാലും മതി. അങ്ങനെ കെട്ടിയേക്കണത് ആ മാവുകളൊക്കെ അങ്ങനെ കെട്ടിയേക്കണം. ഇത് കണ്ടോ, നിറച്ച് കെട്ടിയേക്കണുണ്ടോ. ഇത് ചെയ്യും തോറും ഇതിൻ്റെ കൊമ്പ് ഇരട്ടി ഇതിനകത്തുനിന്ന് വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് മാവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1 കൊല്ലം മാവ് വിട്ടേക്കും. ഇതിനകത്ത് കൊമ്പ് വന്നതനുസരിച്ച് എല്ലാ കൊമ്പും നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് 10-20 എണ്ണം ഉൽപ്പാദിപ്പിക്കാം. ആ വെട്ടുമ്പോഴും തീർത്തും മുകളിലും പൊക്കത്തിലൊക്കെ വെട്ടാം. ഈ ബഡ് ചെയ്യണതൊക്കെ മാവൊക്കെ മാങ്ങ ഉണ്ടാവില്ല, അത് 10 വർഷം എടുക്കും. നമുക്കിത് ലെയർ ചെയ്യണതുകൊണ്ടാണ് ഈ കൊമ്പ് അങ്ങനെ തന്നെ. ഇപ്പോൾ ലെയർ ചെയ്യണ കൊമ്പെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കൊമ്പുകളാണ്. അത് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം മാവിൻ്റെ കൊമ്പ്. ഇത് മാങ്ങ ഉണ്ടായതാണ്, നിറച്ച് മാങ്ങ ഉണ്ടായതാണ്. അപ്പോൾ മാങ്ങ ഉണ്ടായതുകൊണ്ട് ഞാനിതെല്ലാ കൊമ്പും ലെയർ ചെയ്യും. ഇത് കണ്ട, നോക്കിക്കേ, ഇവിടെ നോക്കി, എല്ലാ കൊമ്പും കണ്ട. പണ്ടുള്ളവർ ചെയ്യുമായിരുന്നു, പതി വെക്കണം എന്നൊക്കെ ആയിരുന്നു. ഇത് ഇത്രയും കൂടി മോഡലാക്കിയൊക്കെയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടി, ഞാൻ ബഡ്ഡിങ് ആയിരുന്നു, അപ്പോൾ അധികം ഇതല്ലായിരുന്നു. ഇപ്പോൾ ഇത് ലെയറിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കും ധാരാളം മാങ്ങായി, ധാരാളം പേര് കൊണ്ടുപോകാനായി. ചിലപ്പോൾ 4 അടിയുടെ കൊമ്പായിരിക്കാം, ചിലപ്പോൾ 6 അടിയുടെ കൊമ്പായിരിക്കാം, ചിലപ്പോൾ 8 അടിയുടെ കൊമ്പായിരിക്കാം. 8 അടി പൊക്കത്തിലുള്ള ആ കൊമ്പ് വരെ ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് 4 അടിയുടെ 500 രൂപ വിൽക്കുക, 6 അടിയുടെ 700 രൂപ വിൽക്കുക, 8 അടിയുടെ 1000 രൂപ വിൽക്കുക. ആദ്യത്തേൽ 1000 രൂപയുടെ കൊമ്പിൽ 2 കിലോ മാങ്ങ ഉണ്ടാവും. ഇതിപ്പോൾ ഇതേ കഴിഞ്ഞ വർഷം വെച്ച പേരിൽ ഇത് എടുത്തേക്കണ്ട. എത്ര എണ്ണം എടുത്തു നോക്കി, ഇത് ഇനിയും പേര് വന്നേക്കണ്ട. ഇതിൽ നിന്നിപ്പോൾ ഒരു 25-30ഓളം തൈ കിട്ടും. അത് 300 രൂപയ്ക്ക് വിൽക്കണം. ഇത് തിപ്പല്ലി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിനകത്ത് നമുക്ക് കുരുമുളക് നടാം. ഇതിപ്പോൾ ഞാൻ കുരുമുളക് തിപ്പല്ലിയിൽ പിടിപ്പിച്ചേക്കണം. ഇത് കണ്ട, ഇത് ബ്രാഞ്ചസ് മുളച്ചു വന്നി. ഈ അടിയിലുള്ളത് വെട്ടണമെന്നില്ല, ഇത് തിപ്പല്ലിയിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇത് കെട്ടി വെച്ചേക്കാണ്, പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയതാ, ബഡ് ചെയ്തേക്കണ. ഇതിങ്ങോട്ട് കുരുമുളക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടയിങ്ങോട്ട് തിപ്പല്ലിയ, കൊളീബ്രിയൻ എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. ഇത് മുറിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിടിക്കും. ഒരു മുട്ടും മുറിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഓരോ മുട്ടും പിടിക്കും. ഇത് കണ്ട തിപ്പല്ലി, ഇതല്ലേ. ഇതിപ്പോൾ നമുക്ക് വെട്ടി വെള്ളത്തിലിട്ടാൽ അടുത്ത തൈയായിട്ട് ഉൽപ്പാദിപ്പിക്കാം. വെള്ളത്തിലിട്ടാൽ മാത്രമേ വേര് വരുള്ളൂ ഈ തിപ്പല്ലി. കാട്ട് ബ്രസീൽ കൊളീബ്രിയൻ എന്നാണ് പറഞ്ഞത്. ഇനി പിന്നെ പ്ലാസ്റ്റിക് ഇട്ട് പൊതിയരുത്. പൊതിഞ്ഞ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് കണ്ട് പ്ലാസ്റ്റിക് ഇട്ട് പൊതിയും. പ്ലാസ്റ്റിക് ഇട്ട് പൊതിയരുത്. മഴ വേണം, വെള്ളം വേണം. വെള്ളം നിന്നാൽ ചീഞ്ഞൊന്നും പോവില്ല, നന്നായിട്ട് വെള്ളം വേണം. ആർക്ക് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് പറഞ്ഞതിന് യാതൊരു ഇതില്ല. എല്ലാവരും രക്ഷപ്പെടണം. എനിക്കിത് കണ്ടിട്ട് എനിക്കിത് കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. നമ്മൾ ഉൽപ്പാദനം കൂട്ടണം. നമ്മുടെ മൊത്തം കേരളം നന്നാകട്ടെ, അതല്ലേ നമ്മുടെ അത്. മഴയത്ത് മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. മഴ ജൂൺ 1-ാം തീയതി ചെയ്യുക. മഴ പെയ്തില്ലെങ്കിലും ജൂൺ 1-ാം തീയതി അങ്ങ് ചെയ്യുക. അപ്പോൾ നമുക്ക് മഴയത്ത് വേര് വന്നോളും. നമ്മളൊരു 1.5 മാസം കൊണ്ട് നമുക്ക് മുറിച്ച് നടാൻ പറ്റും. മുറിച്ച് നട്ടാലും ഇതേപോലെ തണലത്ത് വെക്കണം. അപ്പോൾ നമുക്കിത് പിടിച്ച് വരും, തൈയാവും. തൈ നമുക്ക് നഴ്സറിയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കുക. കായ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് വാങ്ങിച്ചോളും. 1 കൊല്ലം പിന്നെ ചെയ്യാൻ പറ്റില്ല, അടുത്ത കൊല്ലം ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൊമ്പടിക്കുകയാണ്. അപ്പോൾ അത് ബ്രാഞ്ചസ് വളരാൻ ചാമ്പ അതല്ല, നമുക്ക് എല്ലാ കൊല്ലം ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.